ഐപസ് ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. UGC നെറ്റ് ഡിസംബർ 2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. എല്ലാവരും അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എക്സാംസൊക്കെ ഓൾമോസ്റ്റ് അടുക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ടെൻഷൻസ് ഉണ്ടാകുന്നു എന്നുള്ളത് ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഒരു ചെറിയൊരു വീഡിയോ നമ്മുടെ UGC നെറ്റ് ഡിസംബർ 2025 പരീക്ഷ എഴുതാനായിട്ട് പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു വീഡിയോ ഞാനൊന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഡിസംബർ 2025 ഇതിൽ ചിലർ ഒരു പക്ഷേ മുൻപ് UGC നെറ്റ് കിട്ടിയിട്ട് JRFന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് കാറ്റഗറിപ്പെട്ട ആളുകൾ PhDയുടെ എലിജിബിളായിട്ട് മാറിയതിനു ശേഷം നെറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ ആദ്യമായിട്ട് UGC നെറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ഏത് കാറ്റഗറിപ്പെട്ട ആൾക്കാരാണെങ്കിലും നിങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ഒരു വീഡിയോ ആണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഡിസംബർ 2025 എക്സാമിന് നോട്ടിഫിക്കേഷൻസൊക്കെ നമുക്ക് വന്നു. അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ആണ് ഈ സമയങ്ങൾ. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവർ അപ്ലൈ ചെയ്യുക. ഏതാണ്ട് 84ഓളം സബ്ജക്റ്റിന് നടത്തുന്ന UGC നടത്തുന്ന പരീക്ഷ, NTA UGCക്ക് വേണ്ടി നടത്തുന്ന പരീക്ഷയാണ് UGC നെറ്റ് എന്ന് പറയുന്നത്. കോളേജ് അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർ മസ്റ്റായിട്ടും പാസ്സാക്കേണ്ട ഒരു പരീക്ഷയാണിത്. ഇതുകൂടാതെ ഗവേഷണത്തിന് താല്പര്യമുള്ളവർക്കായിട്ട് JRF പോലെയുള്ള കാര്യങ്ങളും അതുകൂടാതെ നമുക്ക് മറ്റേ രീതിയിൽ നിങ്ങൾക്കൊരു ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാനൊക്കെ നിങ്ങളെ സഹായിക്കുന്ന നല്ലൊരു പരീക്ഷയാണ് UGC നെറ്റ് എന്ന് പറയുന്ന പരീക്ഷ. ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേപോലെ പരീക്ഷ എഴുതുന്ന ഒരു രീതിയാണ് ഇതിനുള്ളത്. പല പല ഷിഫ്റ്റുകൾ ഉണ്ടായിരിക്കും. എന്നാൽ പോലും ഇപ്പോൾ കൊമേഴ്സൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും ഒരേ സമയത്തായിരിക്കും പരീക്ഷ നടക്കുന്നത്. ഏതാണ്ടൊക്കെ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ പരീക്ഷയുടെ പാറ്റേണും ഒക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പാറ്റേണിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും പോകുന്നില്ല. ഓൾറെഡി നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു. എനിക്ക് കൂടുതൽ കോമൺ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പല രീതികളിലായിട്ട് എനിക്കെപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. ഇപ്പോൾ തന്നെ ഒക്ടോബറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു, പരീക്ഷ ഡിസംബറിലേക്കേ ഉള്ളൂ. അപ്പം കഷ്ടിച്ച് ഇനിയും 2 മാസം മാത്രമേ സമയം നമുക്ക് മുന്നിലുള്ളൂ. ഈ 2 മാസത്തെ പ്രിപ്പറേഷൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ എനിക്കായിത്തീരാനായിട്ട് പറ്റുമോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെറ്റും JRF ഒക്കെ എനിക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ്. അപ്പം ശരിക്കും ഒരു ഡിസംബർ 2025 പരീക്ഷ ഇപ്പം നിങ്ങൾ ഇന്ന് മുതലാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതെങ്കിൽ പോലും കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും. വളരെ തുറന്ന് പറയുകയാണെങ്കിൽ അല്പം ചാലഞ്ചിങ് ആയിരിക്കും. കാരണം നമുക്കിനിയുള്ള സമയം ഏതാണ്ട് ഒരു 2 months, 2 മാസമേ നമുക്ക് മുന്നിൽ ഇനി സമയം ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 മാസത്തെ പ്രിപ്പറേഷൻ ക്രാക്ക് ചെയ്യാനുള്ള ഉതകുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും പറയുന്ന കോമൺ പോയിൻ്റാണ് എനിക്കും പറയാനായിട്ടുള്ളത്. നിങ്ങൾ സിസ്റ്റമാറ്റിക്കാണ്, നിങ്ങൾക്ക് സമയം കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ അറിയാം, നിങ്ങളുടെ പോർഷൻസ് നിങ്ങൾക്ക് ഈസിയായിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കും ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. ആർക്കും ഒരിക്കലും നേടിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയുള്ളൊരു പരീക്ഷയല്ല UGC നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. ഒരു ഡീസൻറ്റ് ലെവൽ ഓഫ് എഫേർട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ് ഡിസംബർ. ഈ UGC നെറ്റ് പരീക്ഷ ഡിസംബറിലാണെങ്കിൽ ലേറ്റസ്റ്റ് ഡിസംബർ ആണല്ലോ ഈ പ്രാവശ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത്. പല കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള പല കുട്ടികളും നെറ്റും JRFും ക്രാക്ക് ചെയ്തതുകൊണ്ടും അവരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ, മാത്രമല്ല ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്ത വ്യക്തി എന്ന രീതിയിലും എനിക്ക് ഇതിനെപ്പറ്റി പറയാനായിട്ടുള്ളത്, നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പരീക്ഷ വളരെ എളുപ്പമായിട്ടുള്ളൊരു പരീക്ഷ തന്നെയാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇനിയുള്ള ആൾക്കാരാണെങ്കിലും ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ സിലബസ് എന്താണോ അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സിലബസ് കൃത്യമായിട്ട് നിങ്ങളൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ നിന്നും മനസ്സിലാക്കി എടുക്കുവാനായിട്ട് പറ്റും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. സിലബസാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്.
അപ്പോൾ സിലബസ് കൃത്യമായിട്ട് നിങ്ങൾ കവർ ചെയ്യണം. നമ്മുടെ UGC നെറ്റിന് 2 പേപ്പേഴ്സാണ് ഉള്ളത്. ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. 2 പേപ്പേഴ്സാണ് നമുക്കുള്ളത്. പേപ്പർ ഫസ്റ്റ് 50 മാർക്കിന്, പേപ്പർ സെക്കൻഡ് നിങ്ങളുടെ കൺസേൺഡ് സബ്ജക്റ്റാണ് പേപ്പർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഇതും 100 മാർക്കിനാണ് ഉള്ളത്. അപ്പോൾ ഈ 2 പേപ്പേഴ്സാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. ഓരോന്നിനും ഓരോ രീതിയാണ് നമുക്ക് അവലംബിക്കുവാനായിട്ട് സാധിക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പേപ്പർ ഫസ്റ്റിന് കൊടുക്കുന്ന രീതിയും ഫസ്റ്റിന് വേണ്ടി നമ്മൾ പ്രിപ്പേർ ചെയ്യുന്ന രീതിയും സെക്കൻഡിന് വേണ്ടി പ്രിപ്പേർ ചെയ്യുന്ന രീതിയും തമ്മിൽ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. ആദ്യം പ്രിപ്പേർ ചെയ്യുന്ന പേപ്പർ എന്ന് പറയുന്നത് ജനറൽ പാർട്ടിൽ വരുന്ന പേപ്പറാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ കോംപ്രഹെൻഷൻ, മാത്സ്, ലോജിക്, ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ, ICT, പീപ്പിൾ, അതേപോലെ പീപ്പിൾ ആൻഡ് എൻവയോൺമെൻറ്റ്, ഹയർ എഡ്യൂക്കേഷൻ പോലെയുള്ള 10 പേപ്പേഴ്സ് അടങ്ങുന്ന അല്ലെങ്കിൽ 10 മൊഡ്യൂളുകൾ അടങ്ങുന്ന ഒരു പേപ്പറാണ് UGC നെറ്റിൻ്റെ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്ന പേപ്പർ. അതിന് നമുക്കൊരു ആപ്റ്റിറ്റ്യൂഡ് എക്സാമാണത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് റിസർച്ചിനോടും അതേപോലെ ടീച്ചിങ്ങിനോടും നിങ്ങൾക്ക് എത്രത്തോളം ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങൾ എത്രത്തോളം അതിനോട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ആപ്റ്റിറ്റ്യൂഡാണ്, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡാണ് മാത്രമാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് പേപ്പറിന് അങ്ങനെയാണ് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുക. സെക്കൻഡ് പേപ്പർ ഞാൻ കൊമേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെയും ഒരു 10 മൊഡ്യൂൾസ് നമുക്ക് ഉണ്ട്. ബിസിനസ് എൻവയോൺമെൻറ്റ്, ഇൻ്റർനാഷണൽ ബിസിനസ്, അക്കൗണ്ടിങ്, മാനേജറൽ എക്കണോമിക്സ് ഓർ ബിസിനസ് എക്കണോമിക്സ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാനേജ്മെൻറ്റ് ആൻഡ് HRM, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ലോ, ഫൈനലി ടാക്സ്. ഇത്രയും കാര്യങ്ങളാണ് കൊമേഴ്സിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പം ഇതിൽ ഏത് രീതിയിലുള്ളൊരു അപ്രോച്ചാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓരോ രീതിയും കൃത്യമായിട്ട് പറയാം. നിങ്ങൾ പേപ്പർ ഫസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ പേപ്പർ ഫസ്റ്റിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ പേപ്പർ ഫസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ സിലബസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിലബസിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം എക്സാമ്പിൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് അവർ വളരെ സ്പെസിഫിക് ആയിട്ട് ചില ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്ന് ഈ ടീച്ചിങ് മെത്തേഡുകൾക്ക്, ടീച്ചിങ് മെത്തേഡ്സ്. രണ്ടാമതായിട്ട് ഇവാലുവേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് ഞാനിത് കൃത്യമായിട്ടും പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓരോ യൂണിറ്റിലും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്തിരിക്കുന്നതിന് ഇമ്പോർട്ടൻസ് വെച്ച് ഒരു വീഡിയോ ഉൾപ്പെടുത്തുന്നതായിരിക്കും പിന്നീട്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഇവർ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇവാലുവേഷനിൽ തന്നെ നമ്മുടെ ഈ ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, സമ്മേറ്റീവ് അസസ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ മോഡലുകൾ, ടീച്ചിങ് മോഡലുകൾ പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഈ എന്തൊക്കെ കോൺസെപ്റ്റുകൾക്കാണ് UGC ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചില നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കും, ചിലതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. അപ്പം നോക്കുക ഏതൊക്കെയാണ്, അത് ഏത് പാർട്ടാണെങ്കിലും, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും, കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും, ഏത് യൂണിറ്റ് ആണെങ്കിലും ഞാൻ പറയുന്നത് നമ്മുടെ മാത്സ്, ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ, റീഡിങ് കോംപ്രിഹെൻഷൻ, മാത്സ്, ലോജിക്, ഈ 4 പാർട്ട് ഒഴിച്ചു വെച്ചാൽ ബാക്കി വരുന്ന തിയററ്റിക്കലായിട്ടുള്ള 6 പേപ്പേഴ്സിൽ ഇവർ ഏതൊക്കെ കോൺസെപ്റ്റുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ഏരിയാസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യങ്ങളിലൂടെ കടന്നു പോകാമെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാനും ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ വെച്ചുകൊണ്ട്. മേ ബി ആ രീതിയിലൂടെ നിങ്ങൾ കവർ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഏരിയാസ് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് നന്നായിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും. യു ക്യാൻ സേവ് യുവർ ടൈം. ബിക്കോസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് മാത്രമാണ് നോക്കുന്നത്. നമ്മുടെ എഫേർട്ട് നമുക്ക് അതനുസരിച്ച് മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇനി ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു അപ്രോച്ച് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ദെൻ പിന്നെ എല്ലാവരെയും ഇപ്പം ഞാൻ കുട്ടികളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ പലപ്പോഴും ഒരു ബുദ്ധിമുട്ട് പോലെ പറയുന്ന ഒരു ഏരിയയാണ് ഈ മാത്സ്, ലോജിക്ക്, ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ, റീഡിങ് കോംപ്രിഹെൻഷൻ. അപ്പം ഈ ഒരു കാര്യങ്ങൾ, ഇപ്പം മാത്സ്,
ലോജിക്ക്. ഈ മാത്സ് ലോജിക്ക് ഈ രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ എൻ്റെ സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മാത്സ് ലോജിക്കൊക്കെ അറിയാമെങ്കിൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കി തന്നെ പ്രാക്ടീസ് ചെയ്യുക. അറിയാത്ത പക്ഷം നിങ്ങൾക്ക് വീഡിയോസും മറ്റും കണ്ട് മാത്സ് ലോജിക്കിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം PYQs കൃത്യമായിട്ടും ചെയ്ത് ശീലിക്കുക. PYQs ഇതിൽ നിന്ന് നമുക്ക് റെപ്പറ്റീറ്റീവായിട്ട്, ഇപ്പോൾ സിലോജിസം പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റെപ്പറ്റീറ്റീവായിട്ട് ദ സെയിം പാറ്റേണിൽ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ വീഡിയോസ് അവൈലബിൾ ആണ്. നമ്മുടെ iPlusൻ്റെ തന്നെ വീഡിയോസ് ഓൾറെഡി അവൈലബിൾ ആണ്. എനിക്കൊന്ന് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. അത് കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ദ സെയിം തിങ് തന്നെയാണ് ചോദിക്കുന്നത്. PYQs ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയ കാര്യം, മാത്സ് ലോജിക്ക്, ഈ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഇങ്ങനെയൊരു മേഖലയൊക്കെ ഒരുപാടങ്ങ് ഒരു ബാങ്ക് പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെയോ മറ്റേ SSC പോലെയോ അങ്ങനെയുള്ള പരീക്ഷകൾക്ക്, അല്ലെങ്കിൽ UPSCയുടെ CSAT പോലെയോ അത്രയും നിലവാരത്തിലുള്ള ചോദ്യങ്ങളൊന്നുമല്ല ചോദിക്കുന്നത്. നമ്മളൊരു അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ 1-2 വീഡിയോസൊക്കെ ഒരു മോഡൽ നമ്മൾ കണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസേ ഉള്ളൂ. നമ്മൾ ഈ പുറമേ അതിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടി തോന്നുന്നുണ്ടെങ്കിലും ഈ ശരിക്കും പറഞ്ഞാൽ മാത്സ് ലോജിക്കൊന്നും അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. 5 ചോദ്യങ്ങളാണ് മാത്സിൽ നിന്ന് കിട്ടുക, 5 ചോദ്യങ്ങൾ ലോജിക്കിൽ നിന്ന് കിട്ടും. ഒരു അറ്റ്ലീസ്റ്റ് iPlusൻ്റെ വീഡിയോസെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ, ഏത് വീഡിയോസ് നിങ്ങൾ കണ്ടാലും ആ ഒരു പർട്ടിക്കുലർ പാറ്റേൺ വെച്ച് ഏത് വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. 10-ൽ 10 നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു മേഖലയാണ് ഇത്. ഞാൻ പറയുന്നത് ഈ ഒരു സെക്ഷൻ, ഇതിപ്പോൾ ഞാൻ ഒരു സെക്ഷൻ അല്ലാതെ ഞാൻ മാറ്റിയിട്ടുണ്ട്, അടുത്തത് വേറൊരു സെക്ഷനായിട്ട് ഞാൻ പറഞ്ഞു വരികയാണ്. പിന്നെ കുട്ടികളെ പേടിപ്പിക്കുന്ന ഒരു കാര്യം റീഡിങ് കോംപ്രഹെൻഷനാണ്. റീഡിങ് കോംപ്രഹെൻഷൻ എങ്ങനെയാണ് എനിക്കത് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത്. ഇതിൽ കുട്ടികളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒന്ന് ലാംഗ്വേജിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ്, എനിക്ക് തോന്നുന്നു ഹിന്ദിയും ഉണ്ടെന്നോ, അതിൻ്റെ തർജ്ജമയായിട്ട് ഹിന്ദിയും അവൈലബിൾ ആണ്. ബട്ട് ഇംഗ്ലീഷ് ആണല്ലോ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഇംഗ്ലീഷിലുള്ള ഒരു പരിജ്ഞാനം അത് കുറവുള്ളവർക്കാണ് ഇത് കുറച്ചും കൂടി ബുദ്ധിമുട്ടിക്കുന്നത്. എന്നാൽ പോലും വലിയ രീതി വളരെ കഠിനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല ചോദിക്കുന്നത്. അത്യാവശ്യം ഒന്ന് വായിച്ച് 1-2-3 തവണ നമ്മൾ വായിക്കുകയും പിന്നീട് കൊടുത്തിരിക്കുന്ന 5 ചോദ്യങ്ങൾ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് നൽകുക. 5 ചോദ്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഒന്ന് വായിച്ച് പിന്നെ വീണ്ടും ഒരിക്കൽ കൂടി ആ പാസേജിലൂടെ കടന്നു പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു റീഡിങ് കോംപ്രഹെൻഷൻ്റെയും 5 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ഇതിന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് വലിയ പ്രാക്ടീസിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരത്തില്ല. എന്നാൽ പോലും എൻ്റെ പേഴ്സണൽ സജഷൻ കുറച്ച് കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു 3-4 ചോദ്യപേപ്പറെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ ഒരു 5എങ്കിലും ഒന്ന് ചെയ്ത് പരിശീലിച്ചിട്ട് പോകാമെങ്കിൽ ഐഡിയ കിട്ടും എങ്ങനെയാണെന്നുള്ള കാര്യം. പിന്നെ ഒരിക്കലും ആ പാസേജ് റെപ്പറ്റീറ്റീവായിട്ട് പിന്നെയും ചോദിക്കത്തില്ല, പുതിയ പാസേജ് ആയിരിക്കും തരിക. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഐഡിയൽ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിനെ പറ്റി നമുക്കൊരു കൃത്യമായ ധാരണ അതുവഴിയായിട്ട് ലഭിക്കും. സോ അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അറ്റ്ലീസ്റ്റ് 5 എങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. റീസെൻറ്റ് ടൈമിൽ നടന്ന ഏതെങ്കിലും ഒരു റീഡിങ് കോംപ്രഹെൻഷൻ, നെറ്റിന് തന്നെ വേണമെന്നൊന്നുമില്ല, ഏതാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. നെറ്റിൻ്റെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ അത്രയും ബെറ്റർ. പിന്നെ ഉള്ളത് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനാണ്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്കൊരു ഡേറ്റ നൽകിയിട്ടുണ്ടായിരിക്കും. ആ നൽകിയിരിക്കുന്ന ഡേറ്റയെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഈ സംഭവം കാണുമ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആദ്യം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയായിരിക്കും. എന്താണ് ഇത്, എങ്ങനെ ചെയ്യാൻ പറ്റും? പിന്നെ നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാൽക്കുലേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നും സമയം ഒരുപാട് എടുക്കുന്നുണ്ടല്ലോ, ഇതെങ്ങനെ തീർക്കാനായിട്ട് പറ്റും, ഇതെങ്ങനെയാണ് ഇതിനെ ആൻസറിലേക്ക് എത്തുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പേടി ഉണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ എളുപ്പത്തിൽ 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. ഈ 2 കാര്യം ഉണ്ടല്ലോ, ഈ 2 സംഭവം, ഇത് 2 നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് എഫേർട്ട് ഇടാതെ 5-ൽ 5 വാങ്ങിക്കാൻ പറ്റും. ഈ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ കാര്യത്തിന് ഒരുപാട് ഷോർട്ട് കട്ടുകളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് വലിയ പ്രയാസമായിട്ട് തോന്നുന്നത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഷോർട്ട് കട്ടുകളുണ്ട്. ഒരുപാടെന്ന് പറയാൻ പറ്റത്തില്ല, വളരെ കുറച്ച് ഷോർട്ട് കട്ടുകളേ ഉള്ളൂ. ആ ഷോർട്ട് കട്ട് നിങ്ങൾ മനസ്സിൽ വെച്ച് അത് മനസ്സിലാക്കിയിട്ട് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റീഡിങ് കോംപ്രഹെൻഷൻ്റെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിന് യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. എളുപ്പത്തിൽ നിങ്ങൾക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെയും വീഡിയോസ് ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് കാണാൻ പറ്റും. iPlusന് തന്നെ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. എസ്പെഷ്യലി ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ വീഡിയോ കണ്ടിട്ട് പോയാൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മൾ നോർമലി ആ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ കാണുമ്പോഴേ നമ്മൾ ഇത് വെച്ചിട്ട് അതിനെ അനലൈസ് ചെയ്യാനൊക്കെ പറയുമ്പോൾ നമ്മൾ നോർമലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാടായിരിക്കും.
പക്ഷേ ഷോർട്ട് കട്ടുകൾ നമുക്കുണ്ട്. ആ ഷോർട്ട് കട്ടുകൾ നിങ്ങൾ പഠിക്കുകയും കുറച്ച് ചോദ്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞാൽ 5-10 ചോദ്യപേപ്പറെങ്കിലും നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് 5ഉം കിട്ടാൻ സാധ്യതയുള്ളതാണ്. ഇതിനൊന്നും അധിക സമയം എടുക്കില്ല എന്നുള്ളതാണ് നമ്മളെപ്പോഴും ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം. നമുക്ക് അധിക ടൈം ഇതിന് ആവശ്യമായിട്ടില്ല എന്നുള്ളതാണ് സത്യം. സോ അപ്പം നമ്മൾ ഫസ്റ്റ് പേപ്പറിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് പേപ്പർ ഞാൻ ആദ്യത്തെ ഒരു കാറ്റഗറി ഡിവൈഡ് ചെയ്യാം. രണ്ടാമത്തെ കാറ്റഗറി, നമ്മളിപ്പോൾ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഞാൻ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞു മാത്സ്, ലോജിക്, പിന്നെ ഏതാണ് റീഡിങ് കോംപ്രഹെൻഷൻ, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ബി എന്ന് പറഞ്ഞിരിക്കുന്ന മേഖല. ഇതിൽ എല്ലാം കൂടി 20 മാർക്കിനാണ്. നിങ്ങളൊരല്പം ഒരു കുറച്ചെങ്കിലും വീഡിയോസ് മറ്റോ കണ്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് പോകാമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 15 ഒരു ഈവൻ 20 വാങ്ങിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഒരു 15-20 നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു മേഖലയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കാരണം വലിയ കഷ്ടപ്പാടില്ലാതെ വാങ്ങിക്കാൻ പറ്റും. ലോജിക്കൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടേ ഇല്ല. ഇതിൻ്റെ വീഡിയോസാണ്, നിങ്ങൾക്ക് ഏത് വീഡിയോസും കാണാം. ബട്ട് ഏത് കണ്ടാലും നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഷോർട്ട് കട്ടുകൾ, ഈ റീഡിങ് കോംപ്രഹെൻഷൻ നമുക്ക് ഷോർട്ട് കട്ടൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യത്തിനും ഇതിനും ഷോർട്ട് കട്ടുകളുണ്ട്, ഷോർട്ട് കട്ട് ഫോമുലാസ് ഉണ്ട്. ഈ ഷോർട്ട് കട്ട് ഫോമുലാസ് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പഠിച്ച് വെച്ച് ഒന്ന് അപ്ലൈ ചെയ്യാനുള്ള സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് അറൗണ്ട് 15-20 കിട്ടും. അതിന് അധിക സമയം എടുക്കത്തില്ല. നിങ്ങൾ ഒരു 1 വീക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ക്യാപ്പബിലിറ്റി ആൻഡ് എബിലിറ്റി. ബട്ട് നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണിത്. ഇനി ടീച്ചിങ് എയിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ സബ്ജക്റ്റ് വരുമ്പോഴത്തേക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, 2 റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, 3 കമ്മ്യൂണിക്കേഷൻ, 4ാമതായിട്ട് ICT, 5 പീപ്പിൾ ആൻഡ് എൻവയോൺമെൻറ്റ്. ഞാൻ പീപ്പിൾ എന്ന് എഴുതുവാണ് കേട്ടോ. 6ാമതായിട്ട് ഹയർ എഡ്യൂക്കേഷൻ. ഇനി ഓരോന്നിനെ പറ്റിയും പറയുകയാണെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും പക്ക എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ടീച്ചിങ് സ്കിൽസ് നോക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മാറി കുറേ കൂടെ നമ്മുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് തന്നെയാണ് അവർ ടെസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ PYQs നോക്കിയ ശേഷം അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏരിയാസ് ഉണ്ട്, ലൈക്ക് ഇവാലുവേഷൻ, അതേപോലെ തന്നെ മെത്തേഡ്സ്, ടെക്നിക്സുകൾ, പിന്നെ മോഡൽസ് ഓഫ് ടീച്ചിങ്, ഫിലോസഫി ഓഫ് ടീച്ചിങ്, അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് മാത്രം പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് ഉള്ളുവെങ്കിൽ അത് വെച്ച് നിങ്ങൾ പഠിച്ചാലും മതിയായിരിക്കും. പിന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന് എനിക്ക് തോന്നുന്നു നമ്മുടെ റിസർച്ച് മെത്തഡോളജി, ടൈപ്സ് ഓഫ് റിസർച്ച്, ഇതിലും PYQs നോക്കിയിട്ട് ഏരിയാസ് കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ ബെറ്റർ. എല്ലാത്തിനും ഞാൻ ആ ഒരു ഒപ്പീനിയനെ പറയുകയുള്ളൂ. PYQs നോക്കിയിട്ട് നിങ്ങൾ അത് നോക്കുമ്പോഴേ ഒരു ഐഡിയ കിട്ടും. കഴിഞ്ഞൊരു 2-3 വർഷത്തെ PYQs നോക്കിക്കഴിഞ്ഞാൽ ഒരു 2023 മുതൽ ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാലും മതിയായിരിക്കും. 2020 മുതൽ 2020 മുതൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. 2019 മുതലുള്ളതാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഐഡിയ കിട്ടും. PYQs നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏതിനാണ് പഠിക്കേണ്ടത്. നമ്മൾ ഈ സിലബസിലുള്ളതെല്ലാം അതുപോലെ ഇങ്ങനെ വാരി വലിച്ച് ഒരുപാട് പഠിച്ച് അങ്ങനെ അങ്ങ് പോകാൻ സമയമില്ല എങ്കിലും അത്യാവശ്യം ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് പോകാമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണെന്നുള്ളത്. എസ്പെഷ്യലി സ്വയം, മൂക്ക്, ഇതൊക്കെ എപ്പോഴും ചോദിച്ച് കാണുന്നതാണ്. വീണ്ടും ഞാൻ പിന്നീട് ഒരു വീഡിയോ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അത് നോക്കിയാൽ മതിയായിരിക്കും. അപ്പോൾ ഇതിലും അറൗണ്ട് 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അത്യാവശ്യം ഡീസൻറ്റ് ലെവൽ ഓഫ് എഫേർട്ട് നിങ്ങൾ ഇടുവാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു 15, നിങ്ങൾക്ക് നല്ല കഴിവുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. എന്നാലൊരു ആവറേജ് നമ്മൾ നോക്കിയാൽ തന്നെ അറൗണ്ട് 20 മാർക്സോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. 15-20 നിങ്ങൾക്ക് ചിലപ്പോൾ അത്യാവശ്യം എഫേർട്ട് ഇടാമെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റും. എങ്ങനെ പോയാലും ഫസ്റ്റ് പേപ്പർ നിങ്ങൾക്ക് ഒരു 50 ഒരു 30 ഒക്കെ നിങ്ങൾക്ക് കിട്ടും. 35 ഒക്കെ കിട്ടും. ഈവൻ 40 ഒക്കെ വാങ്ങിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. 41, 42 ഒക്കെ വാങ്ങിക്കുന്നവർ എനിക്ക് പഠിപ്പിച്ചിട്ടുള്ള സ്റ്റുഡൻസിലുണ്ട് പലരും. അപ്പം ഉറപ്പായിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്രാവശ്യം അങ്ങനെ വലിയ കടുകട്ടിയായിട്ടുള്ള ചോദ്യങ്ങളല്ല വരുന്നത്. എന്തുകൊണ്ട് തന്നെയും മാർക്ക് സ്കോർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകില്ല. അപ്പോൾ അതാണ് എനിക്ക് ഫസ്റ്റ് പേപ്പറിനെ പറ്റി പറയാനായിട്ടുള്ളത്. കോമൺ പേപ്പറാണ്, എല്ലാവർക്കും അത് അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കോമൺ പേപ്പറാണ്. ഇനി ഞാൻ സെക്കൻഡ് പേപ്പറിലേക്ക് വരികയാണ്. പേപ്പർ 2. അപ്പം ഞാൻ ഇന്ന് പേപ്പർ 2 പറയുന്ന കൊമേഴ്സാണ് കേട്ടോ. കൊമേഴ്സാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൊമേഴ്സിൽ നമുക്ക് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ തുടക്കത്തിലേ പറയാം, നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആ ഒരു മേഖല ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്
നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു നാരോ ഷാലോ ആയിട്ടുള്ളൊരു കാര്യം, ലൈക്ക് പുറമേ ഉള്ളൊരു കാര്യം മാത്രം നമ്മൾ നോക്കി ഭയങ്കര ഡെപ്തായിട്ട് പോകേണ്ടതായിട്ട് വരുന്നില്ലായിരുന്നു. പക്ഷേ കൊമേഴ്സിലേക്ക് നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ ഒരു അവസ്ഥയല്ല ഉള്ളത്. കൊമേഴ്സിലേക്ക് നിങ്ങൾ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ അല്പം ഡെപ്തായിട്ട് പോയി പഠിക്കാൻ ശ്രദ്ധിക്കണം. അതൊന്ന് മനസ്സിൽ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്പം ഡെപ്തായിട്ട് പോയി നോക്കുക. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യങ്ങളൊക്കെ നോക്കുമ്പോൾ അങ്ങനെ അങ്ങ് ഭയങ്കര ഡിഫിക്കൽട്ട് ലെവൽ ഓഫ് എക്സാമിനേഷൻ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ കട്ട് ഓഫും അതനുസരിച്ച് വളരെ ഹൈ ആയിരുന്നു. അത് മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. എന്നാൽ പോലും അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും നമ്മൾ ഇനി സമയം വളരെ കുറവാണ്, അറൗണ്ട് 2 months ടൈമല്ലേ ഉള്ളൂ. അപ്പം ഇനിയുള്ള സമയം കൊണ്ട് നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചില ടിപ്പുകൾ നിങ്ങൾ ഓർത്ത് വെക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മീൻസ് അത് മാത്രം നോക്കിയിട്ട് പോയാൽ ജയിക്കുമെന്നുള്ളതല്ല. ബട്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ ഡെഫിനറ്റ്ലി ഒരു അല്പം കൂടെ നിങ്ങളുടെ ജേണി കുറച്ചും കൂടി ഈസി ആക്കാൻ നിങ്ങളെ സഹായിക്കും. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൊമേഴ്സിലെ ഓരോ പേപ്പറിനും ഓരോ രീതി, കൊമേഴ്സിലെ ഓരോ മൊഡ്യൂൾസിനും ഓരോ രീതിയാണെന്നുള്ളതാണ് സത്യം. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കൊമേഴ്സിൽ നിങ്ങൾ ഏതിനാണ് ഇനി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് പിന്നീട് കിട്ടുന്നതായിരിക്കും. നിങ്ങളത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സമയമില്ലാത്തവർ അത് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, എനിവേസ് ഞാൻ ഓരോ പേപ്പറിനെ പറ്റിയും ഒന്ന് പറഞ്ഞു തരാം. ആദ്യം ഞാനൊന്ന് കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ കൊമേഴ്സിൻ്റെ പേപ്പറിൽ ആദ്യത്തെ പേപ്പറാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്. നിങ്ങൾക്കറിയാം നോർമലി ഒരു 10 മൊഡ്യൂൾസാണ് നമുക്ക് സെക്കൻഡ് പേപ്പറിലുള്ളത്. ഒരു മൊഡ്യൂളിൽ നിന്നും 10 ചോദ്യങ്ങൾ വീതമാണ് നിങ്ങൾക്ക് ലഭിക്കുക. 10 ചോദ്യം എന്ന് പറയുമ്പോൾ 20 മാർക്കാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അങ്ങനെ ആകെ മൊത്തം 100 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഒരു മൊഡ്യൂളിൽ നിന്ന് 10 ചോദ്യങ്ങൾ വീതം 100 ചോദ്യങ്ങൾ ലഭിക്കുകയും ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതം നിങ്ങൾക്ക് 200 മാർക്കിനായിരിക്കും നിങ്ങൾ പരീക്ഷ നിങ്ങളുടെ മാക്സിമം മാർക്ക് കിട്ടുക. കഴിഞ്ഞ പ്രാവശ്യത്തെ ജനറൽ കാറ്റഗറിയുടെ JRFൻ്റെ കട്ട് ഓഫ് 78% ബോത്ത് ഫസ്റ്റ് പേപ്പർ ആൻഡ് സെക്കൻഡ് പേപ്പർ. എനിക്കൊന്ന് നെറ്റിൻ്റെ 68 എത്രയായിരുന്നു നെറ്റിൻ്റെ കട്ട് ഓഫ് വരുന്നത്. ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി. ഓരോ വർഷം മാറിക്കൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് ഇപ്രാവശ്യം നമുക്കൊന്നും പറയാനായിട്ട് പറ്റുകയില്ല. എനിക്ക് തോന്നുന്നു കുറേ നാൾ മുമ്പ് 2018 ആ ഒരു റേഞ്ചിലൊക്കെ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് JRFൻ്റെ കട്ട് ഓഫൊക്കെ 61 ആയിരുന്നു. JRFൻ്റെ കട്ട് ഓഫ് പോലും. നെറ്റിൻ്റെ കട്ട് ഓഫൊക്കെ അന്ന് 52 സംതിങ് ആയിരുന്നു. പിന്നെ ഇപ്രാവശ്യം 2008 നിന്ന് ഇപ്രാവശ്യം ഇത്രയിലേക്ക് വരുന്നപ്പോഴത്തേക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ ഓർത്തേക്കുക. ക്വസ്റ്റിൻ്റെ ഡിഫിക്കൽട്ട് ലെവൽ കുറയുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഉയർന്ന കട്ട് ഓഫ് വരുന്നത്. മുൻപ് ഡിഫിക്കൽട്ട് ആയിരുന്ന കാര്യം ഇപ്പോൾ കുറച്ചും കൂടി ഈസി ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കട്ട് ഓഫിൽ ഇത്രയും ഒരു ഉയർച്ച ഉണ്ടാകുന്നത്. ഇപ്രാവശ്യം എങ്ങനെയാണ് നമുക്ക് പറയാനും പറ്റില്ല. ഓക്കെ, എനിവേസ് ആദ്യത്തെ പേപ്പർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൊഡ്യൂൾ BE ആൻഡ് IB ആണ്, ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് IB. ഈ മൊഡ്യൂൾസിൽ ഇതിൽ രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധിക്കുന്നത് IBക്കാണ്, ഇൻ്റർനാഷണൽ ബിസിനസ്സിനാണ് ഉള്ളത്. പ്രോബ്ലംസ് ഒന്നും വരില്ല. അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി പേടിക്കേണ്ട. എന്നാലും റീസെൻറ്റ് ടൈമിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ ട്രേഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് US-ലൊക്കെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ, താരിഫുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് വേണം ആ ഒരു മേഖല കൂടി ഒന്ന് ടച്ച് ചെയ്ത് വിടാനായിട്ട്. അപ്പോൾ ഇതിൽ IB കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ബിസിനസ് എൻവയോൺമെൻറ്റിൽ ആസ് യൂഷ്വൽ പോലെ നമ്മുടെ CSR പോലെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഓരോന്നിലെയും ഇമ്പോർട്ടൻ്റ് ഏരിയാസ് തൽക്കാലം പറയുന്നില്ല, ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തത് അക്കൗണ്ടൻസിയാണ്. അക്കൗണ്ടൻസിയിൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഇനി ഏതൊക്കെ അക്കൗണ്ടൻസി ഉണ്ടോ അതെല്ലാം തന്നെയും കൃത്യമായിട്ട് അതിനകത്ത് വരുന്നുണ്ട്. അക്കൗണ്ടിങ്ങിൽ തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളുണ്ട്. പിന്നെ ഒരിക്കലും വിട്ട് കളയാൻ പാടില്ലാത്ത ഒരു ടോപ്പിക്കാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ. പിന്നെ ഉള്ളതാണ് എക്കണോമിക്സ്, മാനേജറൽ എക്കണോമിക്സ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതാണ് മാനേജറൽ എക്കണോമിക്സ് അല്ലല്ലോ നമ്മുടെ സബ്ജക്റ്റ്, കമ്പനി അക്കൗണ്ട്സ്, പിന്നെ ഉള്ളതാണ് പാർട്ണർഷിപ്പ്. പിന്നെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്, പിന്നീട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അതിൽ ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ ഒക്കെയാണ് ചോദിക്കുന്നത്. ക്യാഷ് ഫ്ലോയ്ക്കാണ് ഇമ്പോർട്ടൻസ് ഒരു കൂടുതൽ കൊടുത്ത് കാണുന്നത്. ഫൈനലി ഓഡിറ്റിംഗ് കൂടാതെ അവർ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ട്രെൻഡ്സുകൾ കൂടി ചോദിക്കുന്നുണ്ട്. ലൈക്ക് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, അങ്ങനെയുള്ള മേഖല കൂടി അവർ ടച്ച് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ കൂടി നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. ബട്ട് എനിവേസ് ഇതാണ് അതിൻ്റെ ഒരു ബേസിക് പാറ്റേൺ എന്ന് പറയുന്നത്.
ഇനി അക്കൗണ്ടൻസിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ കോൺസെപ്റ്റുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. വാരി വലിച്ചുള്ള പഠനത്തിന് ഇനി സമയമില്ലാത്ത പക്ഷം, സമയമുള്ളവർ അത് പഠിക്കുക. ഇനിയിപ്പോൾ നമുക്ക് അധിക സമയമില്ല, 2 മാസമേ ഉള്ളൂ. ഈ 2 മാസം കൊണ്ട് 20ഓളം 2 മാസം തികച്ചുണ്ടാകുമോ എന്ന് പോലും അറിയില്ല. ബട്ട് ആ ഉള്ള സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ 20ഓളം മൊഡ്യൂൾസ് കവർ ചെയ്യണം. 10 ഇതിലും 10 ഫസ്റ്റ് പേപ്പറിലും. അപ്പോൾ ഒരു ലെന്തി ടാസ്ക്കാണ്, ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ഒബ്യൂസ് ആയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറഞ്ഞ അക്കൗണ്ടൻസിലെല്ലാം തീർക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻഡെപ്തായിട്ട് പോകാനുള്ള സമയമില്ല എങ്കിൽ പോലും അറിഞ്ഞു വെക്കുക. എക്സാമ്പിൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. പക്ഷേ അറിഞ്ഞിരിക്കുക വാട്ട് ഈസ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ഹോൾഡിംഗ് കമ്പനിക്ക് 51% ആണുള്ളതെങ്കിൽ ബാക്കി ഹോൾഡിംഗ് കമ്പനി അല്ലാതെ മറ്റ് പല കമ്പനികളുടെ സബ്സിഡറി കമ്പനിയിൽ ഷെയർസ് മറ്റും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അവർക്കും അതിൽ അധികാരം ഉണ്ടായിരിക്കും. അവരുടെ അധികാരത്തെ വിളിക്കുന്ന പേരാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ഇങ്ങനെ ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കാം. അതൊരു ഷോർട്ട് നോട്ട് പോലെ തയ്യാറാക്കാൻ പറ്റുവാണെങ്കിൽ പെർഫെക്റ്റ്. മാർക്ക് കുറച്ചും കൂടി ഈസിയായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദ സെയിം സ്ട്രാറ്റജി തന്നെയാണ് ബാക്കി എല്ലായിടത്തും അപ്ലൈ ചെയ്യേണ്ടത്. ബാക്കി എല്ലായിടത്തും എന്ന് പറയുമ്പോഴത്തേക്കും എക്കണോമിക്സ് നിങ്ങൾക്ക് ഇതേ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എക്കണോമിക്സിലൊക്കെ റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. ഞാൻ പിന്നെ ഒരു വീഡിയോ ഉൾപ്പെടുത്തും, ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട്. പിന്നെ സ്റ്റാറ്റിൽ ഇത് തന്നെയാണ്. സ്റ്റാറ്റിൽ നിങ്ങൾ പ്രോബ്ലംസ് നോക്കണേ. പ്രോബ്ലംസ് നിങ്ങൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷനൊക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഹാർമോണിക് മീനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ പ്രോബിലിറ്റി ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ചോദിക്കുന്നുണ്ട് സ്റ്റാറ്റിൽ. പിന്നെ സ്റ്റാറ്റ് കഴിഞ്ഞാൽ എക്കണോമിക് സയൻസ് എഫ് എം ഒക്കെ പിന്നെ പറയുകയേ വേണ്ട. എഫ് എമ്മിൽ നിങ്ങൾ 2 കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒന്ന്, നമ്മുടെ നോർമൽ ആയിട്ടുള്ള എഫ് എം ഉണ്ടല്ലോ, നമ്മുടെ വാട്ട് ഈസ് ഫിനാൻസ്, സോഴ്സ് ഓഫ് ഫിനാൻസ്, ലീസ് ഫിനാൻസിങ്, ടൈം വാല്യൂ ഓഫ് മണി, ലിവറേജ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഡിവിഡൻഡ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ്, ക്യാഷ് മാനേജ്മെന്റ്, റിസീവബിൾ മാനേജ്മെന്റ്, ഇങ്ങനെ പറയുന്ന നോർമൽ കോൺസെപ്റ്റുകളുണ്ടല്ലോ. അതുകൂടാതെ റീസെൻറ്റ് ടൈമിൽ ഉണ്ടാകുന്ന കുറച്ച് എക്സ്ട്രാ വരുന്ന ടോപ്പിക്സുകളുണ്ട്. ലൈക്ക് അസറ്റ് സെക്യൂരിറ്റൈസേഷൻ, പിന്നെ നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ക്യാപിറ്റൽ ബജറ്റ്, ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ ബജറ്റിംഗ്, മൾട്ടിനാഷണൽ ക്യാപിറ്റൽ ബജറ്റിംഗ്, പിന്നെ നമ്മുടെ EDR, അതേപോലെ തന്നെ അതുപോലെയുള്ള കുറേ കോൺസെപ്റ്റ്, ഡെറിവേറ്റീവ്സുകൾ, പിന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, CAPM, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇതും കോൺസെപ്റ്റുകൾ വെച്ച് നിങ്ങൾ ഓർത്ത് വെക്കാമെങ്കിൽ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞ FM എന്ന് പറഞ്ഞിരിക്കുന്ന മേഖലയും വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നിങ്ങൾക്ക് അതും അത്യാവശ്യം സ്കോർ ചെയ്ത് പോകാനായിട്ട് പറ്റുന്ന ഒരു മേഖലയാണ് FM. ഇനി FM കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതേ കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു മൊഡ്യൂളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ടാക്സ് ആണ്. ടാക്സിൽ കുറേ പേര് എപ്പോഴും ബുദ്ധിമുട്ട് പറയുന്നൊരു കാര്യമാണ്. ഒരുപാട് സെക്ഷനുകൾ പഠിക്കാനുണ്ട്, ഒരുപാട് സബ്സെക്ഷനുകൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പം ഈ സെക്ഷനുകളും സബ്സെക്ഷനുകളും ഒക്കെ എങ്ങനെയാണ് നമ്മൾ പഠിച്ചു? ഇത്രയും എന്തെല്ലാം കാര്യങ്ങൾ അതിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ ഓർത്തു വെക്കും? ഞാൻ പറഞ്ഞില്ലേ, ഇതിലും ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് നിങ്ങൾക്ക് ഇനി സമയം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചില ഏരിയാസിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു പോയാലും മതി. എസ്പെഷ്യലി ITR എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടത്, ഇത് കണ്ടിന്യൂസ്ലി ചോദിച്ചു വരുന്ന കാര്യമാണ്. ഡിഡക്ഷൻ്റെ സെക്ഷനുകൾ, അതിൽ തന്നെ കുറേ സെക്ഷൻ റെപ്പറ്റേറ്റീവായിട്ട് 80E ഒക്കെ റെപ്പറ്റേറ്റീവായിട്ട് വരും. 80E, 80IA, 80J, ഇതൊക്കെ പറയുന്ന കാര്യങ്ങൾ വീണ്ടും ചോദിച്ച് കാണുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ റെപ്പറ്റേറ്റീവ് വരും. അപ്പോൾ ഞാൻ പിന്നീട് പറയാം, ഞാനൊരു വീഡിയോ ഉൾപ്പെടുത്തുക. ആ സമയത്ത് നിങ്ങൾ അതെങ്കിലും ജസ്റ്റ് നോക്കിയിട്ട് പോകുക. അതർവൈസ് നിങ്ങൾ PYQs ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ധാരണ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ടാക്സ് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ഈ പറഞ്ഞ അക്കൗണ്ടൻസി ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആണെങ്കിലും സ്റ്റാർട്ട് ആണെങ്കിലും ടാക്സ് ആണെങ്കിലും നിങ്ങൾക്ക് വിത്തൗട്ട് മച്ച് എഫർട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല. ബട്ട് അത്യാവശ്യം ഡീസൻറ്റ് എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന മേഖലയാണ് അത്. പിന്നെ ഉള്ളത് നമ്മുടെ സ്വന്തം ടോപ്പിക്കായിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന ലൈക്ക് ഈ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. ഈ ഏരിയാസും ഞാൻ പറഞ്ഞില്ലേ, കോൺസെപ്റ്റുകൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്രാക്ക് ചെയ്യാൻ എളുപ്പം ആയിരിക്കും. അപ്പം ഇനി ആ ഒരു മേഖലകൾ നിങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഇനി പൊതുവായിട്ട് ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇനിയുള്ള സമയം കുറച്ചേ ഉള്ളൂ എന്ന് കരുതി നിങ്ങൾ മാറ്റി വെക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ച് കൂടുതലായിട്ടും സമയത്തിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് എല്ലാ ദിവസവും നിശ്ചിതമായിട്ടും ഇന്ന ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പിന്നെ
ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, എത്ര പഠിച്ചാലും റിവൈസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. PYQs കൂടുതലായിട്ടും സോൾവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു എക്സാക്റ്റ് റിസൾട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. ആത്മവിശ്വാസത്തോടു കൂടി വേണം നമ്മൾ പരീക്ഷയെ അഭിമുഖീകരിക്കാനായിട്ട്. ഭയമുണ്ടാകും, എന്നാൽ പോലും അതിനെ മാനേജ് ചെയ്ത് ആത്മവിശ്വാസത്തോടെ നമ്മൾ പരീക്ഷയെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ വിജയം ഉറപ്പായിട്ട് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടിനായിട്ട് i+നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജേർണി കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.